ഹലോ. ഇന്ന് ഞാൻ വളരെ ഹെൽത്തിയായ ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ നമ്മുടെ വീടുകളിൽ സ്ഥിരമുള്ള പപ്പായയാണ്. പപ്പായ കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്കൊരു കറി തയ്യാറാക്കാം. സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കടല ചേർത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് കടല കുതിർത്തിട്ട് അത് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുക. അത് വേവുന്ന സമയത്തേക്ക് നമുക്കൊരു പപ്പായ വൃത്തിയാക്കി എടുത്ത് വളരെ കനം കുറച്ച്, ഞാനിങ്ങനെയാണ് അരിഞ്ഞെടുത്തത്. കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്, തോരനായതുകൊണ്ട്. ഈ രൂപത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതിനെ നമുക്ക് അടുപ്പിൽ വയ്ക്കുന്ന ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് വെള്ളവും, ഒരു അര ഗ്ലാസോളം വെള്ളം മതി, അതും കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അത് വേവുന്ന സമയത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. പപ്പയ്ക്ക് എത്ര എടുക്കുന്നോ അതിനനുസരിച്ച്, ഞാനൊരു ചെറിയ പപ്പയ്ക്കാണ്, അതിനനുസരിച്ചുള്ള തേങ്ങയാണ് ചേർത്തത്. ആ തേങ്ങ നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക, എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കുക, എന്നിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. അതും കൂടെ ഇതിന് വേണം, ഈ കടല ചേർത്ത് തോരനായതുകൊണ്ട്. അതും ചേർത്തിട്ട് കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ പപ്പായ ഇതുപോലെ വെന്ത്, ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ച് അതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ട് ഈ പാത്രം തന്നെ, അതായത് അടുപ്പിൽ വയ്ക്കാൻ ഈ പാത്രം തന്നെയാണ് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം വേണ്ടത്, നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അത് ഈ എണ്ണയിലേക്ക് തട്ടി കൊടുക്കുക. അതിലല്പം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിലാദ്യം ഒന്ന് വറ്റിപ്പോവാനാണ് ഇങ്ങനെ ഇടുന്നത്. ഇതിൽ വെള്ളവും കൂടെ ഒന്ന് പിന്നെ പപ്പയോടൊപ്പം വരുമ്പം പപ്പയ്ക്ക് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചിരുന്ന പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം, കടലയും പപ്പായയും തമ്മിൽ നന്നായിട്ട് മിക്സ് ആക്കുക. കാരണം വെന്ത കടലയാണ്, വെന്ത പപ്പായയാണ്, അതുകൊണ്ട് ഇതിന് വേവാനായിട്ട് നമുക്ക് അഡീഷണൽ സമയത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർക്കുമ്പോൾ അരച്ച മിക്സിയിലെ ജാറിലേക്ക് ഒരു സ്പൂൺ, ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരപ്പ് കളയാതിരിക്കാനായിട്ട് അതും ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒരല്പം ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് ഈ അരപ്പിൻ്റെ പച്ച മണം മാറി കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴത്തേക്ക് അരപ്പെല്ലാം പച്ചമണം മാറി ഇതുമായിട്ടൊക്കെ നന്നായിട്ട് ആ ടേസ്റ്റ് പിടിച്ച് കിട്ടും. പിന്നെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ പപ്പായ കടല തോരൻ റെഡിയായി വരും. എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇത് കഴിക്കാനായിട്ട് ചോറിനൊപ്പം. സാധാരണ നമ്മൾ പല രീതിയിൽ പപ്പായ തോരന് തയ്യാറാക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ രീതിയിൽ പപ്പായ തോരനൊന്ന് തയ്യാറാക്കി നോക്കി. പപ്പായ കഴിക്കാത്തവർക്ക് പോലും ഈ തോരൻ ഇഷ്ടമാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അത്ര ടേസ്റ്റിയാണ്. നമ്മൾ പയർ ചേർത്ത് തയ്യാറാക്കിയാൽ പോലും ഇത്രയും ടേസ്റ്റി ആകത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ കടല ചേർത്ത് തയ്യാറാക്കുന്ന പപ്പായ തോരൻ. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ.